രാഷ്ട്രീയ നിലപാടും തുടർ നടപടികളും പ്രഖ്യാപിക്കാൻ പി.വി. അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ വൈകുന്നേരം 6:30 ചന്തക്കുന്നിലാണ് പൊതുയോഗം. സിപിഎമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അൻവർ വിളിച്ചു ചേർക്കുന്ന ആദ്യ പൊതുസമ്മേളനം. സിപിഎമ്മിന്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് മറുപടിയായി പി.വി. അൻവറിനെ പിന്തുണച്ചുള്ള ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പി.വി. അൻവർ വിപ്ലവ സൂര്യൻ എന്നാണ് ഫ്ലക്സ് ബോർഡിലെ വാചകം. ടൗൺ ബോയ്സ് ആർമിയുടെ പേരിലാണ് ഫ്ലക്സ്. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ്.പി. മെറിൻ ജോസഫ്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇടുക്കി ചിന്നക്കലാനിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രി ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. താമരശ്ശേരി വയനാട് ചുരത്തിൽ വാഹനാപകടം. മരം കയറ്റി വന്ന ലോറി മറിഞ്ഞാണ് അപകടം. അപകടത്തെ തുടർന്ന് 4 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിച്ചത് ക്രെയിനും JCBയും ഉപയോഗിച്ച്. ലോറി നിർത്തിയതിനു ശേഷം നെഹ്റു ട്രോഫി ജലമേളയിലെ തർക്കത്തിൽ വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാരടക്കം 100 പേർക്കെതിരെ കേസ്. നെഹ്റു പവലിയനിൽ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതിനുമാണ് കേസ്. മത്സരത്തിൽ 2ാം സ്ഥാനത്താണ് വിയ്യപുരം എത്തിയത്. അക്രമാസക്തരായവർ നെഹ്റു പവലിയനിലെ കസേരകൾ അടക്കം തകർത്തു. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച വി. സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തും. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഡോക്ടർ വി. ചേയാൻ, ആർ. രാജേന്ദ്രൻ, SM നാസർ എന്നിവരും മന്ത്രിസഭയിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വിവാഹിതയായ സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി. ബലാത്സംഗ കേസിൽ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിശാൽനാഥ് ഷിൻഡയ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനിടെയാണ് പരാമർശം. പരാതിക്കാരി വിവാഹിതയായതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയെന്നത് നിലനിൽക്കില്ലെന്ന് നിരീക്ഷണം. പൂനെ പോർഷ് കാർ അപകടത്തിലെ പ്രതിക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ. ഡൽഹിയിലെ ഒരു പ്രധാന കോളേജിൽ 17-കാരനായ പ്രതി BBA കോഴ്സിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അറസ്റ്റിലായതിനു പിന്നാലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ കോളേജ്. ക്ഷേത്ര മാനേജ്മെന്റിൽ PG ഡിപ്ലോമ കോഴ്സുമായി മുംബൈ യൂണിവേഴ്സിറ്റി. ആദ്യഘട്ടത്തിൽ കോഴ്സ് തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വെല്ലിംഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും. വൈകാതെ പൂനെയിലെ സാവിത്രിഭായ് ഫൂലെ യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് തുടങ്ങുമെന്ന് അധികൃതർ. ഒരു ബാച്ചിൽ പ്രവേശനം നൽകുന്നത് 30 പേർക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിശദമായ പ്രകടന പത്രിക പുറത്ത്. കർഷക ക്ഷേമ കമ്മീഷൻ സ്ഥാപിക്കുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുമെന്നും പ്രധാന വാഗ്ദാനങ്ങൾ. അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് 2 കോടി അനുവദിക്കുമെന്നും വാഗ്ദാനം. വിമാനയാത്രയ്ക്കിടെ കഴിച്ച ഓംലെറ്റിൽ നിന്ന് ചത്ത പാറ്റയെ ലഭിച്ചതായി യാത്രക്കാരി. എയർ ഇന്ത്യയുടെ ഡൽഹി ന്യൂയോർക്ക് വിമാനത്തിലെ യാത്രക്കാരിക്കാണ് പാറ്റയെ ലഭിച്ചത്. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സംഭവത്തിൽ എയർ ഇന്ത്യക്ക് പരാതി. ഹരിയാനയിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയും. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്ക്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ്. പൂനെ മെട്രോ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉദ്ഘാടനം നടത്തുന്നത് വീഡിയോ കോൺഫറൻസ് വഴി. സംസ്ഥാനത്ത് 11,200 കോടിയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഇന്ന് നടക്കും. സോളാപൂർ വിമാനത്താവളവും ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഉത്സവ സീസണിലെ വിമാന നിരക്കിന്റെ വർധനവ് നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. നിലവിലെ സംവിധാനം കാര്യക്ഷമമല്ലെന്ന് വിമർശനം. കോവിഡിന് ശേഷം വിമാന നിരക്കിലുണ്ടായ വർധനവ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യാത്രക്കാരുടെ ആശങ്ക കഴിവതും വേഗം പരിഹരിക്കുമെന്നും വ്യോമയാന മന്ത്രി കെ. രാംമോഹൻ നായിഡു. ഹത്രസിൽ വീടിന്റെ
പോർച്ച് കുഴിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബുദ്ധറാമിന്റെ അസ്ഥിയാണെന്ന് നിഗമനം. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് ബുദ്ധറാമിന്റെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്ക് 4മതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന. ഉത്തർപ്രദേശിൽ ഗ്രാമവാസിയെ ആക്രമിച്ച പുലിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംഭവം ബിജ്നോർ ജില്ലയിൽ കിരാത്പൂരിൽ. പുലി ആക്രമിച്ചത് 46-കാരനായ സുരേന്ദ്രകുമാറിനെയും മക്കളെയും. UN പൊതുസഭയിൽ പാകിസ്ഥാനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരവാദവും മൗലികവാദവുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വിനാശകരമായ തെരഞ്ഞെടുപ്പുകൾ കാരണം സാമ്പത്തികമായി പിന്തള്ളപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവരുടെ കർമ്മം മാത്രമാണ്. അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽരാജ്യത്തെയും ബാധിക്കുന്നുണ്ടെന്നും എസ് ജയശങ്കർ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിരവധി ഇസ്രയേലികളെ വധിച്ചതിന് കണക്ക് തീർത്തു. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ നസ്രല്ലയുടെ മരണം അനിവാര്യമായിരുന്നു. ശത്രുക്കൾക്കെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. നസ്രല്ല ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു ചിന്താധാരയായിരുന്നു. ഇസ്രായേലിനെതിരായ നടപടി തുടരുമെന്നും ഖമേനി. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ മരണം 66ആയി. 60-ലധികം പേരെ കാണാതായി. കനത്ത മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടാവുകയായിരുന്നു. 1000-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ. സ്പെയിനിൽ കുടിയേറ്റക്കാരുമായി വന്ന ബോട്ട് മറിഞ്ഞ് 9 മരണം, 48 പേരെ കാണാതായി, 27 പേരെ രക്ഷപ്പെടുത്തി. അപകടമുണ്ടായത് എൽ ഹീറോ ദ്വീപിന് സമീപം. മാലി, മൗറിറ്റാനിയ, സെനഗൽ എന്നിവിടങ്ങളിൽ നിന്നുണ്ടായിരുന്നവരാണ് ബോട്ടിലുണ്ടായിരുന്നതെന്ന് സ്പെയിൻ. വിവിധ ഇനം അരികളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കേന്ദ്രം ഉടൻ നീക്കിയേക്കുമെന്ന് സൂചന. ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തായിരിക്കും നീക്കം. കയറ്റുമതി കൂടുന്നതോടെ കർഷകർക്ക് അർഹമായ വില ലഭിക്കും. ശമ്പളം, പെൻഷൻ, വികസന പദ്ധതികൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ-കുബേർ പോർട്ടൽ വഴി കേരളം 1245 കോടി രൂപ കടമെടുക്കുമെന്ന് റിസർവ് ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ 21,253 കോടി കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന് കേന്ദ്രം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതിയ ആശുപത്രി സ്ഥാപിക്കാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ നയിക്കുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഹൈദരാബാദിൽ 220 കോടി രൂപ ചെലവഴിച്ച് ആശുപത്രി നിർമ്മിക്കുന്നത് 3 ലക്ഷം ചതുരശ്ര അടിയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഹൈദരാബാദിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരിക്കും ഇതെന്ന് ആസ്റ്റർ ഗ്രൂപ്പ്. സെൽഫോൺ വിപണിയിൽ വൻ കുതിപ്പിനൊരുങ്ങുന്നതിനിടെ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ തമിഴ്നാട് ഹൊസൂരിലെ ആപ്പിൾ ഐഫോൺ നിർമ്മാണ പ്ലാന്റിൽ അഗ്നിബാധ. അപകടത്തിൽ ആളപായമില്ല. അപകട സമയത്ത് പ്ലാന്റിലുണ്ടായിരുന്ന 1500 ജീവനക്കാരും സുരക്ഷിതർ. ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്ത ടൂറിസം രംഗത്ത് ഇരട്ടത്തിളക്കവുമായി കേരളം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ കടലുണ്ടിക്കും കുമരകത്തിനും ഇടം ലഭിച്ചു. ദേശീയ തലത്തിൽ ഈ വർഷം കേരളം നേടുന്ന 2ാമത്തെ പുരസ്കാര നേട്ടം. ബംഗ്ലാദേശിനെതിരായ 2020 ക്രിക്കറ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമായി സഞ്ജു വി സാംസണും ടീമിൽ ഇടം നേടി. സഞ്ജുവിനെ തെരഞ്ഞെടുത്തത് 1ാം വിക്കറ്റ് കീപ്പറായി. മായാങ്ക് യാദവും നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ. നടി നവ്യ നായരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാതങ്കി ഫെസ്റ്റിവൽ 2ാം സീസണിന് ഒക്ടോബർ 2-ന് കൊച്ചിയിൽ തുടക്കം. കൊച്ചി ഫൈൻ ആർട്സ് ഹാളിൽ നടക്കുന്ന ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി സജി ചെറിയാൻ. ഉദ്ഘാടന ദിവസം നവ്യ നായരുടെ ഭരതനാട്യം അരങ്ങേറും. ഒക്ടോബർ 6 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ നിരവധി കലാകാരന്മാരുടെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറുമെന്ന് നവ്യ നായർ. വിവിധ തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സംഘടനയായ സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗത്തിന് കോട്ടയത്ത് തുടക്കം. സക്ഷമ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമേഷ് അന്തേര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ ഇന്ന് സമ്മേളനം അവസാനിക്കും. കോട്ടയം അതിരൂപതയുടെ ആദ്യ മെത്രാപ്പോലീത്ത മാർ കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ മെത്രാപ്പോലീത്ത സ്മരണാർത്ഥമുള്ള പുരസ്കാരം സമ്മാനിച്ചു. അവാർഡിന് അർഹനായത് കോട്ടയം മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മുൻ മേധാവി ഡോക്ടർ മാത്യു പാറയ്ക്കൽ. പുരസ്കാരം സമ്മാനിച്ചത് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ. ഫൗണ്ടേഷൻ ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷനായിരുന്നു.
ആറ്റിങ്ങൽ ടൗണിലെ സർക്കാർ ഓഫീസുകളുടെ മതിലുകളിൽ പതിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കി വിദ്യാർത്ഥികൾ. നഗരസഭയും നഗരത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളും ചേർന്നാണ് സൗന്ദര്യവൽക്കരണം. മതിലുകളിൽ സാമൂഹ്യ ബോധമുണർത്തുന്ന ചിത്രങ്ങൾ വരയ്ക്കുമെന്ന് വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വോട്ടിൽ ബൂത്തുകളിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം. പദ്ധതിയിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിളക്കം പദ്ധതിയിലൂടെയാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മെഗാ ശുചീകരണം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. MC റോഡിന്റെ ഇരുവശവും സ്വകാര്യ ബസ് സ്റ്റാൻഡുകളും ശുചീകരിച്ചു. തിരുവനന്തപുരം വാലക്കോണത്ത് യുവാവിന്റെ ചെവി കടിച്ചു പറിച്ച കേസിൽ യുവാക്കൾ അറസ്റ്റിൽ. തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇടുന്ന സ്ഥലത്ത് മൈക്ക് സെറ്റ് നൽകാത്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. അറസ്റ്റിലായത് വിനീത്, അനു എന്നിവർ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പനവൂർ പനയമുട്ടം കോതകുളങ്ങര സ്വദേശി അഭിറാമാണ് അറസ്റ്റിലായത്. നെടുമങ്ങാട് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം വൈറലാകുന്നു. സ്തുതി എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഗാനം ആലപിച്ചിരിക്കുന്നത് മേരിയാൻ അലക്സാണ്ടറും സുഷിൻ ശ്യാമും ചേർന്ന്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവർ പ്രധാന വേഷത്തിൽ. പൂർണിമ ഇന്ദ്രജിത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കട്ടിൽ ഒരു മുറി പ്രദർശനത്തിനെത്തുന്നു. ചിത്രം ഒക്ടോബർ 4-ന് തിയേറ്ററുകളിൽ. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ കിസ്മത്ത്, തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് K ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്നു. തിയേറ്ററുകളിൽ ആഘോഷമായി കാർത്തി അരവിന്ദ് സ്വാമി ചിത്രം മെയ്യഴകൻ. ചിത്രത്തിന്റെ സ്നീക് പീക്ക് പുറത്ത്. റിലീസിന്റെ ആദ്യ ദിവസത്തിന് ശേഷം മികച്ച അഭിപ്രായമാണ് പുറത്തുവരുന്നത്. 96-ന് ശേഷം C പ്രേംകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പ് ചിത്രം ഭരതനാട്യം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. കോമഡി ഫാമിലി എന്റർടൈനറായി ഒരുങ്ങിയ ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയിരുന്നു. ഓഗസ്റ്റ് 30-ന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ബോളിവുഡ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രോഹിത് ഷെട്ടി ചിത്രം സിംഗം എഗെയിന്റെ ട്രെയിലർ ഒക്ടോബർ 3-ന് പുറത്തുവിടും. അജയ് ദേവ്ഗൺ നായകനാകുന്ന ചിത്രത്തിൽ വലിയ താരനിര ഒരുമിക്കുന്നു. ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം ദീപാവലി റിലീസ് ചെയ്യും. ചിത്രത്തിൽ സർപ്രൈസ് എൻട്രികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കോപ്പ് യൂണിവേഴ്സ് ആരാധകർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഒരിടവേള.